ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബട്ടർ കുംസിന്നോ അല്ല ബട്ടർ കേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. നല്ല അടിപൊളി ടീ കേക്കാണ് കേട്ടോ. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല മണവും നല്ല ടേസ്റ്റുള്ള അടിപൊളി കേക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 5 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൊത്തമായിട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ. അതിൽ കുറക്കേണ്ടതൊന്നും ആവശ്യമില്ല. കറക്റ്റ് മധുരമാണ്. ഓവർ മധുരമൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ലോ ലോ സ്പീഡിലിടാം. എന്നിട്ട് മീഡിയം ഇതിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ട് നല്ലോണം ഒന്ന് ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ ബാറ്റർ നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കാണുന്ന രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടില്ല. പക്ഷേ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ആദ്യം ബീറ്റർ ഓൺ ആക്കാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചെറിയ സ്പീഡിലിട്ടിട്ട് ഓൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചൂടാറിയ ബട്ടറില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബട്ടർ ചേർത്താൽ ചില ആൾക്ക് നല്ലോണം താണ് പോകുന്നു, അതായത് നമ്മളെ ബാറ്റർ നല്ലോണം പൊങ്ങിയതെല്ലാം താണ് പോയെന്നെല്ലാം പറയുന്നത് കേൾക്കലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പാച്ചുല വെച്ചിട്ടോ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് സ്പാച്ചുല വെച്ചിട്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എവിടെയെങ്കിലും മിക്സ് ആവാണ്ടുണ്ടെങ്കിലും ആയാലും മിക്സായി കിട്ടുമല്ലോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓവണിലല്ല കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു സെറ്റപ്പ് നമുക്കൊന്ന് ഒരു ചട്ടിയിൽ ഞാൻ അടിയിൽ മണ്ണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ മണ്ണിൻ്റെ മേലിലേക്ക് ഒരു റിങ് വെച്ചിട്ട് അതിലാണ് നമ്മൾ കേക്ക് ടിന് ഇറക്കി വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് മുന്നേ ഒന്ന് നമുക്കത് എന്ത് ചെയ്യുക പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഓവൺ ആണെന്നെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓവണിൽ ബേക്ക് ചെയ്യാം. എൻ്റെ അടുത്ത് ഓവൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് കേക്കാണെങ്കിലും ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ പകുതി ബാറ്റർ ഗ്യാസ് സ്റ്റൗവിലും അതുപോലെ തന്നെ പകുതി ബാറ്റർ ടിന്നിലും അതുപോലെ തന്നെ കുറച്ച് ബാക്കിയുള്ള ബാറ്റർ ഞാൻ നമ്മൾ സാധാ കുംസി പാത്രമില്ലേ സോസ് പാന് അങ്ങനത്തെ ഒരു പാനിലും ബേക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ നമ്മൾ ടിന്നിൽ ബട്ടർ പേപ്പറെല്ലാം സെറ്റ് ചെയ്ത് ടിന്നിൽ ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തന്ന ആ ഒരു രീതിയിൽ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവൺ എല്ലാം ആക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് ബാറ്റർ സോസ് പാനിൽ ഒഴിച്ചിട്ടും അങ്ങനെയും ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോസ് പാനിൽ ഒഴിച്ചത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗ്യാസിൽ ഡയറക്റ്റായിട്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ അതിലും വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ടിന്നൊന്നും ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ കുംസിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്താലും മതി. അത് പെട്ടെന്ന് നമുക്ക് ബേക്ക് ആയി കിട്ടും. ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി കേക്കാണ്. ഞാൻ ചൂടോടെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഇത് നമുക്ക് നല്ല രീതിയിൽ നല്ല ടീ കേക്കിൻ്റെയെല്ലാം ആ ഒരു കട്ടറുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ബട്ടർ പേപ്പറിലെല്ലാം കോട്ട് ചെയ്തെടുത്താൽ നല്ല ബട്ടർ കേക്കിൻ്റെ നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ ആ ഒരു ബട്ടർ കേക്കിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കേക്കാണ് ഇത്. ശരിക്കും ഉണ്ടാക്കിയിട്ട് ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടും ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലെല്ലാം വറുത്ത് നാളെയാണ് കേട്ടോ. നാളെ ആകുമ്പോഴത്തേക്കാണ് ഇതിന് നല്ലോണം ടേസ്റ്റും അതായത് ചൂടാറുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂടി വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മളെ കേക്ക് ടിന്നിൽ ഒഴിച്ചതും കേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഓവൺ ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ കേക്കിനും
അതായത് ആ ഒരു കളറും ഒന്നും വരാണ്ടിരിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഇതായി, നല്ല കളറും എല്ലാം നല്ല, അതായത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചതും അതുപോലെ തന്നെ കേക്ക് ടിന്നിൽ ഒഴിച്ചതും കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓവൺ ഇല്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ സെറ്റാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാനിത് വേറൊരാൾക്ക് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഇതിലുള്ളത് ചെറിയ പാത്രത്തിൽ ഒഴിച്ച് നമ്മൾ കഴിക്കലും, ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എടുത്തിട്ട് നല്ല ഹൈറ്റിലും കേക്ക് കണ്ടിട്ടില്ലേ, നല്ല ടിന്നിൽ ഒഴിച്ചാലും നല്ല ഹൈറ്റിലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഗീ കേക്ക് എന്ന് വെച്ചാൽ എന്തായാലും ഗീ കേക്ക് അല്ല, സോറി, ബട്ടർ കേക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയല്ല. ഇതുപോലെ നമ്മൾ ഗീ വെച്ചിട്ടില്ല, നമ്മൾ ഡാൽഡ ഗീ വെച്ചിട്ടും അങ്ങനെയെല്ലാം നമ്മൾ ഉണ്ടാക്കും കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനലിൽ വേണ്ടവരെ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസായിട്ടും റെസിപ്പീസായിട്ടും അതുപോലെ തന്നെ വ്ളോഗെല്ലായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.